സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. നിസ്വാർത്ഥ സ്നേഹത്തിലേക്കുള്ള മഹത്തായ ദൈവവിളിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ജീവിതം. പൂർണ്ണമായും ദൈവ തിരുമുൻപിൽ സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ വളരെ പ്രത്യേകമായി മനുഷ്യസ്നേഹത്തിൻ്റെ ആൾരൂപങ്ങളായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. യേശുനാമത്തെ പ്രതി തങ്ങളുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ജീവിതം തന്നെയും ത്യജിച്ചുകൊണ്ട് അനേകർക്കു വേണ്ടി എരിഞ്ഞുതീരുന്ന ചിലർ. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുവാനും കരയുന്നവരുടെ കണ്ണീരൊപ്പാനും അവർ പ്രതിജ്ഞാബദ്ധരാണ്. ആൾക്കൂട്ടങ്ങൾക്കിടയിലോ ആഘോഷവേളകളിലോ വെള്ളി വെളിച്ചത്തിലോ അവർ പ്രത്യക്ഷപ്പെടാറില്ല. ലോകത്തിൻ്റെ ഇരുണ്ട കോണുകളിൽ കണ്ണീർ വീണ് കുതിർന്ന മണ്ണിൽ ഹൃദയം തകർന്നവരുടെ മധ്യത്തിൽ ജീവിതത്തിനും മരണത്തിനും മധ്യേയുള്ള ഇടനാഴികളിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളായി അവർ ജീവിക്കുന്നു. ആധുനിക ലോകം വികസന കുതിപ്പുകൾ ആവർത്തിക്കുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി മാറുന്ന ഏറെ ഭീഷണികൾ നമുക്കുമേലുണ്ട്. ചികിത്സാരീതികളും സൗകര്യങ്ങളും ദിനംപ്രതി വികസിക്കുമ്പോഴും മനുഷ്യരെ കൂട്ടത്തോടെ വിഴുങ്ങുന്ന മഹാമാരികൾ ആവർത്തിക്കപ്പെടുന്നു. ആരോഗ്യ തകർച്ചയാണ് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. അടുത്ത കാലത്ത് മനുഷ്യഹൃദയങ്ങളിൽ ഭീതി വിതച്ച, ലോകമനസ്സിൽ ഉണങ്ങാത്ത മുറിവുകൾ ഏൽപ്പിച്ച വലിയ ദുരന്തമായിരുന്നു എബോള. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയ ആ മഹാമാരി ഇതുവരെ അപഹരിച്ചത് 10,000-ലേറെ ജീവനുകളാണ്. രോഗബാധ സൃഷ്ടിച്ച ആഘാതം അല്പമൊന്നടങ്ങിയെങ്കിലും ആ സമൂഹങ്ങളിൽ സംഭവിച്ച ഒറ്റപ്പെടലുകളും ആൾനാശവും സൃഷ്ടിച്ച കടുത്ത സംഘർഷാവസ്ഥ ഇനിയും തുടരുകയാണ്. വിവിധ ആഫ്രിക്കൻ സമൂഹങ്ങളിലെ അംഗങ്ങൾ അവരുടെ ഇടപെടലുകളിൽ വൈകാരികമായ അടുപ്പം പ്രകടിപ്പിക്കുന്നവരാണ്. അവരുടെ ജീവിത രീതികൾ അത് തെളിയിക്കുന്നു. ആഘോഷങ്ങൾക്കും സ്നേഹപ്രകടനങ്ങൾക്കും ജീവിതത്തിൽ വലിയ സ്ഥാനം കൽപ്പിക്കുന്നവരാണ് അവർ. അതുകൊണ്ടുതന്നെ എബോള പോലൊരു പകർച്ചവ്യാധി വച്ചു നീട്ടിയ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ അവർക്ക് താങ്ങാനാവുന്നതായിരുന്നില്ല. ഒരുപക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ ഏറ്റവും ശക്തമായി ദർശിച്ച ഒരു സാഹചര്യമായിരുന്നു എബോളയുടേത്. പുറം ലോകത്തെ മനുഷ്യർ വലിയൊരു വിഭാഗം ഏറെ ഭയപ്പാടോടെ അവരിൽ നിന്ന് അകലം പാലിച്ചുവെങ്കിലും കുറെ നല്ല മനുഷ്യരുടെ നിസ്വാർത്ഥവും സ്നേഹപൂർണവുമായ ഇടപെടലുകൾ അവരുടെ തിരിച്ചുവരവിന് തന്നെ കളമൊരുക്കി. 2014 അവസാന കാലം സിയറാലിയോൺ അടക്കമുള്ള ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മനുഷ്യർ എബോള ബാധയാൽ ഏറ്റവുമധികം ദുരിതത്തിലാഴ്ന്നു നിന്ന നാളുകൾ. ഭാരതത്തിൽ നിന്നും നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ശാന്തിദൂതുമായി 2 ശുശ്രൂഷകർ അവർക്കിടയിലേക്കെത്തി. അത്യന്തം അപകടകരവും അതിലേറെ ദുരിതപൂർണവുമായിരുന്ന ആ സാഹചര്യങ്ങളെ സംശയലേശമന്യേയാണ് ആ പ്രേഷിതർ ഏറ്റെടുത്തത്. ക്രിസ്തുവിൻ്റെ സ്നേഹദൂതുമായി അവർക്കിടയിലേക്ക് കടന്നു ചെല്ലുവാൻ മനസ്സായ അവർ ഫാദർ ആന്റണി, ബ്രദർ മധു എന്നീ കമിലിയൻ സന്യാസ സമൂഹാംഗങ്ങളായിരുന്നു. ആതുര ശുശ്രൂഷാ മേഖലയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ചരിത്രം സ്വന്തമായുള്ള
സെന്റ് കമിലസ് സന്യാസ സമൂഹത്തിലെ കമിലിയൻ ടാസ്ക് ഫോഴ്സിന്റെ വോളണ്ടിയർമാരായാണ് അവർ അവിടേക്ക് തിരിച്ചത്. ഞാൻ ഫിലോസഫി വൈദികനാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനൊരു 8 മാസം കൽക്കട്ടയിൽ 1992 മദർ തെരേസ അവിടെ ഉണ്ടായിരുന്നപ്പം 8 മാസം ഞാൻ കൽക്കട്ടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പ്രചോദനമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. എന്നാൽ അതിനും അപ്പുറം ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇങ്ങനെ ഒന്ന് വർക്ക് ചെയ്യണം, ഞാൻ അവിടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇതിനെക്കുറിച്ച് എബോളയെക്കുറിച്ച് പത്രത്തിൽ വായിക്കുകയും ടി വിയിലൊക്കെ ഈ പടങ്ങളൊക്കെ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കമീലിയൻസ് കുറച്ച് പേര് ഇബോള പിടിപെട്ട ഈ രാഷ്ട്രങ്ങളിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചെറിയൊരു ഗ്രൂപ്പിലുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പം ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊന്നും അധികമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇബോള എന്ന് പറഞ്ഞാൽ എന്നാണ്, ഇതിൻ്റെ തീവ്രത എന്താണ്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിസ്കുകൾ എന്താണ് എന്നറിയാം. അന്ന് ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞങ്ങൾ സംസാരിക്കുകയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ ഞങ്ങൾ ഹോളി സ്പിരിറ്റ് മക്കേനി രൂപതയിലെ ഹോളി സ്പിരിറ്റ് ആശുപത്രിയിലെ ഡയറക്ടറിനെ ഞങ്ങൾ അന്നേരം തന്നെ വിളിക്കുകയും ഡോക്ടറിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ഇൻഫർമേഷൻസ് ഞങ്ങൾ മേടിക്കുകയും അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസ്കുകളെല്ലാം മനസ്സിലാക്കി തന്നെ ഞങ്ങൾ പോകുവാൻ തീരുമാനിച്ചു. 2014 ഉടനീളം ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ എബോള എന്ന മഹാമാരി ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ച ആഫ്രിക്കൻ രാജ്യമായിരുന്നു സിയറ ലിയോൺ. ഏറ്റവും കൂടുതൽ പേർ എബോള രോഗബാധിതരായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അവിടെയാണ്. നാമാവശേഷമായ ഒട്ടേറെ കുടുംബങ്ങളും ചില ഗ്രാമങ്ങൾ തന്നെയും അവിടെയുണ്ടായിരുന്നു. മാനസികമായും സാമൂഹികമായും അതിതീവ്രമായ തകർച്ചയെ നേരിട്ട ആ നാട്ടിലേക്കാണ് ക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശവുമായി ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും ബ്രദർ മധുവും കടന്നു ചെന്നത്. ഡിസംബർ 8-ാം തീയതിയാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വെസ്റ്റ് ആഫ്രിക്ക സിറലിയോണിലേക്ക് തിരിക്കുന്നത്. ഡിസംബർ 8-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് 4 ദിവസത്തെ ട്രെയിനിങ് ഞങ്ങൾക്ക് റോമിൽ വെച്ച് ഉണ്ടായിരുന്നു. 4 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ സിറലിയോൺ വെസ്റ്റ് ആഫ്രിക്കയിലെ സിറലിയോൺ മക്കേനി എന്ന രൂപതയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. മക്കേനി രൂപതയിലെ ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ ആണ് ഞങ്ങൾ ആദ്യത്തെ 2 ആഴ്ചകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തത്. ഹോളി സ്പിരിറ്റ് ഹോസ്പിറ്റൽ മക്കേനി രൂപതയുടെ ഒരു ആശുപത്രിയാണ്. അവിടെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നതും. അവിടെ ഒത്തിരി രോഗികൾ വരികയും രോഗവിമുക്തി, എബോള രോഗം പിടിപെട്ട് സുഖമായവർ, വിമുക്തി പ്രാപിച്ചവരും അവിടെ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇബോള രോഗം കൊണ്ട് മരിച്ചവരുടെ വീട്ടുകാരും പല ആവശ്യങ്ങൾക്കും ആശുപത്രിയിൽ വരുന്നുണ്ടായിരുന്നു. സോ അവരെ കാണുവാനും അവരെ ശുശ്രൂഷിക്കുവാനും ആണ് ഞങ്ങൾ അവിടെ 2 മാസം ചിലവഴിച്ചത്. ബ്രദർ മധുവും ഞാനും കൂടുതലായിട്ടും ഞങ്ങളുടെ സമയം ചിലവഴിച്ചത് എബോള രോഗം വന്ന് എബോള ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ രോഗവിമുക്തി നേടിയവരുടെ കൂടെയായിരുന്നു കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിച്ചത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ക്ലൂണി സിസ്റ്റേഴ്സ് നടത്തുന്ന ലൊറേത്തോ എന്ന ഒരു ക്ലിനിക് ഉണ്ടാണ്. ആ ക്ലിനിക്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും പോകുകയും അവിടെ വരുന്ന രോഗികളെ കാണുകയും രോഗികളുടെ വീട്ടുകാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. എബോള എന്ന ഭീകരവ്യാധിയെ നിയന്ത്രിക്കുവാനായി ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും അതിനേക്കാളേറെ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ വലിയ പിന്തുണയും ഒട്ടേറെ സന്നദ്ധ സംഘാംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും വേണ്ടിയിരുന്നു. ഒപ്പം ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഒരിക്കലും പരിചിതമായിരുന്നില്ലാത്ത കർശന നിയന്ത്രണങ്ങൾ നിയമങ്ങൾ ഉപയോഗിച്ച് നടപ്പാക്കപ്പെട്ടു. വ്യക്തിബന്ധങ്ങളെ ഏറെ വിലമതിക്കുന്ന ആഫ്രിക്കൻ സമൂഹങ്ങൾക്ക് അത് വലിയ വേദനയ്ക്ക് ഇടയാക്കി. അവിടെ നിയമത്തിൻ്റെ കാർക്കശ്യം മുറിവേൽപ്പിച്ച ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുക എന്ന ദൗത്യം കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും സംഘാംഗങ്ങൾക്കും ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ലൊറേത്തോ ക്ലിനിക്കിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ അധികമായി സ്പർശിച്ച 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ രോഗികളുടെ വീടുകൾ സന്ദർശിക്കുവാൻ ഞങ്ങൾ
ഗ്രാമത്തിലേക്ക് പോകുമായിരുന്നു. അത് ടൗണിൽ നിന്ന് ചിലപ്പോൾ 40 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരത്തിലാണ്. അവിടുത്തെ വഴികളൊക്കെ ആണെങ്കിൽ ടൗണിനുള്ള വഴികൾ നമ്മൾ ടാറിട്ട വഴികളാണ്. ഗ്രാമത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളും യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം. സോ അവരുടെ വീടുകളിലൊക്കെ പോകുമ്പം അവരുടെ നൊമ്പരങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുവാനും അവരോട് ഒത്ത് കുറച്ച് സമയം ചെലവഴിക്കുവാനും ഞാൻ ഇവിടുന്ന് പോകുമ്പം മനസ്സിൽ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികളോട് സംസാരിക്കുമ്പം ഈ രോഗം പിടിപെട്ട് അവരെ ഒരു വ്യക്തിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ആ വീട്ടുകാർക്ക് ഈ വ്യക്തി അവരുടെ സ്വന്തം വ്യക്തി എവിടെ പോയിന്ന് അവർക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് അവരെ ഒരു കുടുംബത്തിൽ നിന്ന് എബോള രോഗത്താൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ എബോള ട്രീറ്റ്മെൻറ്റ് സെൻ്ററിലേക്കോ പോയി കഴിഞ്ഞാൽ പിന്നെ 21 ദിവസം ഇവരെ ഈ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും അവർ ക്വാറൻറ്റൈൻ ഐസൊലേറ്റ് ചെയ്യുവാണ്. ബന്ധുക്കളോ അടുത്ത വീട്ടുകാരോ അങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഈ വീട്ടുകാർ പുറത്തു പോവുമോ ആർക്കും അങ്ങനെ മറ്റുള്ളവരെ സന്ദർശിക്കുവാനോ പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു അവസ്ഥയാണ്. സോ ഇവരുടെയൊക്കെ നൊമ്പരങ്ങൾ കാണുമ്പോഴും ബുദ്ധിമുട്ടുകൾ കാണുമ്പോഴും എൻ്റെ മനസ്സിന് ഒത്തിരി വിഷമമായിരുന്നു. പിന്നെ ഈ ഇബോള രോഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബോള രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണും നമ്മൾ തീവ്രമായ പനിയാണ്. ഇത് സ്പർശത്തിൽ കൂടെ തുടങ്ങും. നമ്മുടെ വിയർപ്പിൽ കൂടെ ഈ രോഗം പകരും. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു നിയമമായിരുന്നു, ഒരു വ്യക്തിയെയും ഒരിക്കലും നമ്മൾ തൊടാൻ പാടില്ല എന്നുള്ളത്. സോ ഈ രോഗം പിടിപെട്ടവരാകട്ടെ ഇതുപോലത്തെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഏതേ വ്യക്തികളെ ആയാലും നമ്മൾ തൊടുവോ അവരെ അടുത്ത് നിൽക്കുവോ അവരുടെ ആയിട്ട് കൂടുതൽ അടുപ്പം വരുത്തുവോ പാടില്ലായിരുന്നു. സോ ഇതൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളൊന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് പാടില്ല, ഇത് നമുക്ക് തൊടാൻ പാടില്ല. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ എനിക്ക് ഒത്തിരി വിഷമം തോന്നുമായിരുന്നു. വ്യക്തികളുമായിട്ട് അത്ര അടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. എന്നാൽ അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വീടുകളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറലിയോണിലെ കുടുംബ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തപ്പെട്ട ഒരാൾ അവരുടെ കുടുംബത്തിലെ ഒരാൾ മരിക്കുമ്പം അന്ത്യക്രിയകൾ അവർക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് അവർക്ക്. അന്ത്യക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആളെ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞ് ആ വെള്ളം എടുത്താണ് അവർ തലയിൽ ഒഴിക്കുകയും പിന്നെ അവരുടെ കുട്ടികളുടെ തലയിൽ ഒഴിക്കുക. അത് അവർ മരിച്ചുപോയ വ്യക്തിയിലുള്ള നല്ല ഗുണങ്ങൾ ഈ കുട്ടിക്ക് കിട്ടിക്കോട്ടെ. സോ ഈ അന്ത്യക്രിയകൾ ചെയ്യാൻ പറ്റാത്തതിൽ അവർക്ക് ഒത്തിരി വിഷമമുണ്ട്. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നവരാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ അവസാനത്തെ നിമിഷങ്ങളിൽ ഞങ്ങൾ ആ വീടുകളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി വരുവാൻ. അതൊക്കെ എന്നെ ഒത്തിരി മനസ്സിൽ സ്പർശിച്ചതാണ്. ആഫ്രിക്കൻ സമൂഹത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലങ്ങളും എബോള രോഗം വരുത്തിവെച്ച തകർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. ഒരുപക്ഷേ ഈ ആധുനിക ലോകത്ത് മറ്റൊരു സമൂഹത്തിൽ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത വിധം കനത്ത ദുരന്തമായി അത് മാറുകയായിരുന്നു. രോഗം പരത്തിയ ഭീതിയെയും അരക്ഷിതാവസ്ഥയെയും കാൾ അകാല വിയോഗങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിച്ച
ഹൃദയഭേദക ദൃശ്യങ്ങളായിരുന്നു തങ്ങളെ പിടിച്ചുലച്ചിരുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. ജീവിച്ചിരിക്കുന്നവർക്ക് ആത്മീയ പിന്തുണ നൽകുക വിലയേറിയ ഉത്തരവാദിത്വം തന്നെയായിരുന്നു. ഞാനൊരു ദിവസം ഒരു ഗ്രാമത്തിൽ ചെന്നപ്പം, ഞങ്ങളും ലൊറേത്തോ ക്ലിനിക്കിലെ 3 സ്റ്റാഫും ഞങ്ങളോട് ചെന്നപ്പം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ആ ഗ്രാമത്തിൽ 7 വീടുകൾ മാത്രമേ ഉള്ളൂ. ആ ഗ്രാമത്തിലാണ് അന്ന് ഞങ്ങൾ അന്നത്തെ 30ാമത്തെ ആളാണ് ആ ഗ്രാമത്തിൽ മരിക്കുന്നത്. 7 വീടുകളേ ഉള്ളൂ. ഒരു മക്കേനി എന്ന് പറയുന്ന ടൗണിൽ നിന്നൊരു 40 കിലോമീറ്റർ അപ്പുറം. 30ാമത്തെ ആൾ മരിച്ചിട്ട് ഇപ്പം വീടുകളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വീട്ടുകാരല്ല മൃതദേഹത്തെ തൊടുക, അവരെ കുളിപ്പിക്കുക. ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരാണ്, അത് ഡെഡ് ബോഡി അല്ല ബറിയൽ ടീമാണ്. അവർ വന്നിട്ടാണ് മൃതശരീരം എടുക്കുകയും അവർ ബാഗിലാക്കുകയും ഗ്രാമത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്യാം. സോ വീട്ടുകാർ അതിൽ അടുക്കുകയില്ല. ആ 30ാമത്തെ ആൾ മരിച്ചപ്പം ഈ ബറിയൽ ടീം വരുന്ന ഒരു രീതിയുണ്ട്. അവരുടെ മുഖവും ശരീരം മുഴുവനും പൊതിഞ്ഞ് കോട്ടും കണ്ണാടി ക്യാപ്പ് പിന്നെ ഗ്ലൗസ് എല്ലാം ഇട്ട് വന്ന് ഈ മൃതശരീരത്തെ അവർ പുറത്തു കൊണ്ടുപോകാം. എന്നാൽ വീട്ടുകാർ നിസ്സഹായരായി നോക്കി നിൽക്കുകയുള്ളൂ. ആ 30ാമത്തെ ആൾ മരിച്ച ആ സംഭവം, ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക, ഇതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നിൽക്കുമായിരുന്നു. അതിൻ്റെ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമം വരുത്തിയ ഒരു സംഗതിയാണ്. തുടക്കത്തിൽ തിരിച്ചറിയുകയും രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സ ലഭിക്കുകയും ചെയ്താൽ മിക്കവാറും രക്ഷപ്പെടുവാൻ കഴിയും എന്നതിനാൽ തന്നെ അടുത്ത നാളുകളിലായി ഈ രോഗം ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യക്തമായ ബോധവൽക്കരണം അവർക്കിടയിൽ ആവശ്യമാണ്. ഈ സിറലിയോണിലെ ആ ജനങ്ങളുടെ ഒരു സംസ്കാര രീതി എന്ന് പറഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കുക എന്നുള്ളതാണ് അവരൊരു സംസ്കാര രീതി. ഒരു ലൈബീരിയ പിന്നെ സിറലിയോൺ രാഷ്ട്രങ്ങളുടെ അതിർത്തി പ്രദേശത്ത് ഒരു വ്യക്തി മരിച്ചിട്ട് ആ വ്യക്തിയെ കുളിപ്പിച്ചിട്ട് ഇബോള രോഗം പിടിപെട്ട 356 പേരാണ്. ആ ഗ്രാമത്തിൽ ഞങ്ങൾ പോവുകയും അവിടെ ചില വീടുകൾ സന്ദർശിക്കുകയും ചെയ്ത് അന്ന് എൻ്റെ മനസ്സൊന്ന് തകർന്നു പോയി. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ജനങ്ങളിങ്ങനെ പോകുന്നു. അന്ന് അവരുടെ ഒരു സംസ്കാര രീതി അതാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും ആ വ്യക്തികളൊക്കെ ഒന്ന് മനസ്സിലാക്കുവാനും, ഒരു വ്യക്തിയിൽ നിന്നും 356 പേര് മരിച്ചത് അതെങ്ങനെയാണ് സാധിച്ചതെന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ വരുമ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി. പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോരാറാവുന്നതിന് മുമ്പ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഒരു കുട്ടി മരിച്ചു. 14 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചു. വീട്ടുകാർക്ക് പേടിയായിട്ട് ആ കുട്ടിയെ അവർ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. 4 ദിവസം ആ കുട്ടിയെ അവർ വീട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു, പുറത്ത് ആരോടും പറയാതെ. അടുത്ത വീട്ടുകാർക്ക് സംശയം തോന്നിയിട്ട് അവർ പോലീസിനെ വിളിക്കുകയും അവർ വന്ന് വീടിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പം ഈ കുട്ടി മരിച്ചിട്ട് 4 ദിവസം ആകുകയും പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരെയും ഇബോള രോഗം ഉണ്ടോ എന്ന് രക്തപരിശോധനയ്ക്ക് അയക്കുകയും അത് കഴിഞ്ഞിട്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും എബോള ആകുകയും ആ വീട്ടിലുള്ള എല്ലാവരും മരിക്കുകയും ചെയ്തു. ആ വീടും ആ വ്യക്തികളെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന തൊട്ടടുത്ത ഒരു വീടായിരുന്നു. അതൊക്കെ കണ്ട ദിവസങ്ങളും അതൊക്കെ സംഭവിച്ച ദിവസങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോകില്ല. ആ വിഷമം ചിലപ്പോഴൊക്കെ ഞാൻ അത് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ എൻ്റെ ഒരു മനസ്സിന് ഒരു വിഷമം ഉണ്ടാകും. ആഗോള ജനഹൃദയങ്ങളെ കണ്ണീരിലാഴ്ത്തിയ, നടുക്കം കൊള്ളിച്ച അത്യന്തം ഭീകരമായ ഈ രോഗബാധയും അതിജീവനവും നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ക്രിസ്തീയമായ നിസ്വാർത്ഥ സ്നേഹം ഈ ലോകം എത്രയധികം അഭിലഷിക്കുന്നുവെന്ന് ഈ ഇരുണ്ട നാളുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
വർഗീയതയുടെയും ആഗോള ചേരിതിരിവിൻ്റെയും വില കുറഞ്ഞ ഭാഷ്യങ്ങളിലൂടെ പലപ്പോഴും ഇത്തരം മഹത്തായ ഉപവിപ്രവർത്തനങ്ങൾ എത്രത്തോളം അവമതിക്കപ്പെട്ടാലും ഏറ്റവും ചെറിയവനിലൂടെ നമുക്ക് മുന്നിലെത്തുന്ന ക്രിസ്തു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൂടുതലായ കാരുണ്യമാണ്. ഇത്തരം വേദനിക്കുന്നവർക്കിടയിൽ ദൈവത്തിൻ്റെ അനന്തസ്നേഹത്തിൻ്റെ വക്താക്കളായി കടന്നെത്തുന്ന അനേകം പ്രേക്ഷിതർക്കൊപ്പം ഫാദർ ആന്റണിയുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യം നാം ഏവരുടെയും അഭിമാനകരമായ പ്രാതിനിധ്യം കൂടിയായിരുന്നു. കമില്ലിയൻ ടാസ്ക് ഫോഴ്സിൻ്റെ എബോള മിഷൻ എന്ന ആഫ്രിക്കൻ മണ്ണിലെ മഹത്തായ ആതുര സേവന പ്രവർത്തനങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. 2 മാസം ഇടവിട്ടുള്ള ബാച്ചുകളായി ഇപ്പോഴും ശുശ്രൂഷകർ അവിടെ സേവനം തുടരുന്നു. വിശുദ്ധ കമില്ലസിന്റെ സ്നേഹമാതൃകയിൽ പ്രചോദനം ഉൾക്കൊണ്ട് വേദനിക്കുന്നവർക്ക് സാന്ത്വനമായി ലോകമെങ്ങും ഓടിയെത്തുന്ന കമില്ലിയൻ സഭാംഗങ്ങൾ നേതൃത്വം നൽകുന്ന സന്നദ്ധ സേവന സംഘമാണ് കമില്ലിയൻ ടാസ്ക് ഫോഴ്സ്. മനുഷ്യർ ഭയക്കുന്നതും കടന്നു ചെല്ലുവാൻ മടിക്കുന്നതുമായ എല്ലാ സാഹചര്യങ്ങളെയും പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി അവർക്കിടയിൽ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ സമൂഹാംഗങ്ങളുടെ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. റോം ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ടാസ്ക് ഫോഴ്സ് ഭാരതത്തിൽ സജീവമായത് അടുത്ത കാലങ്ങളിലാണ്. കമില്ലിയൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഈ ആശയം തന്നെ പണ്ടേ മുതലേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ പോലും ശരിക്കും 2004 കമില്ലിയസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നത്. പക്ഷേ 2000 തന്നെ ഞങ്ങൾ ടാസ്ക് ഫോഴ്സിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 2000 ഗുജറാത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ പോയിട്ട് റിലീഫ് വർക്ക് ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ വ്യക്തമായിട്ട് കോൺക്രീറ്റ് ആയിട്ട് ഒരു ടീമായി ടാസ്ക് ഫോഴ്സ് ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഉത്തരാഖണ്ഡിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവിടെയാണ്. അവിടെ പോയിട്ട് കൂടുതൽ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം കാശ്മീരിൽ പോകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കമില്ലിയൻ ടാസ്ക് ഫോഴ്സിൻ്റെ മിഷൻ എന്ന് പറയുന്നത് എബോള മിഷനാണ്. പൂർണ്ണസജ്ജമായ ഒരു സന്നദ്ധ സേവന സംഘമാണ് കമില്ലിയൻ ടാസ്ക് ഫോഴ്സ്. ലോകത്തിൽ മറ്റു പല സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള സന്നദ്ധ സേവന സംഘങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ വ്യത്യസ്തമാക്കുന്നത് ക്രിസ്തുവിലുള്ള ഐക്യത്തെ പ്രതി ലോകത്തിൻ്റെ ഏതറ്റം വരെയും പോകുവാനുള്ള സന്മനസ്സും അപകട സാധ്യതകളെ തെല്ലും വകവയ്ക്കാതെയുള്ള പ്രവർത്തന സന്നദ്ധതയുമാണ്. ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ടീഷർട്ട് ഞങ്ങളുടെ കമില്ലിയൻ ടാസ്ക് ഫോഴ്സിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു യൂണിഫോമാണ്. ഇതിൻ്റെ പ്രത്യേക രീതിയിലുള്ള കളറും നിങ്ങൾ ഈ തൊപ്പിയിൽ കാണുന്ന ഈ എംബ്ലവുമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വിശുദ്ധ കമില്ലസ് അച്ഛന്മാരും ബ്രദേഴ്സും അവരുടെ നെഞ്ചിൽ പേറുന്ന ചുമന്ന കുരിശ് ഈ ഒരു എംബ്ലത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ കമില്ലിയൻ ടാസ്ക് ഫോഴ്സ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൻ്റെ ഒരു യൂണിറ്റാണ് ഇന്ത്യ. ഈ അന്താരാഷ്ട്ര സംഘടനയുടെ അംഗങ്ങളായി ആർക്കും ഈ ഒരു പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുമുണ്ട്. പ്രത്യേകമായും ഈ കളർ ധരിക്കുവാനായിട്ടുള്ള കാരണം എത്ര വിദൂരങ്ങളിലാണ് എങ്കിലും ഇതുപോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരെ പെട്ടെന്ന് ജനത്തിന് നോട്ട് ചെയ്യുവാനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ തന്നെ മറ്റ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പതിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിറം ചൂസ് ചെയ്തിരിക്കുക. കമില്ലിയൻ വൈദികർ നേതൃത്വം നൽകുന്നുവെങ്കിലും പരിമിതമായ ആ അഭിഷിക്തരുടെ എണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല ടാസ്ക് ഫോഴ്സ് അംഗങ്ങൾ. ലോകമെമ്പാടുമുള്ള സമാന മനസ്കരായ ഒരുപാട് പേരെ ഒപ്പം നിർത്തുവാനും
അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ സേവന രംഗങ്ങളിൽ പ്രശോഭിക്കുവാനും ഇവർക്ക് കഴിയുന്നു. ഞങ്ങൾക്ക് ശരിക്കും നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാ കാര്യത്തിലും എപ്പോഴും എവിടെയും ഓടിച്ചെന്ന് എല്ലാം ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടാസ്ക് ഫോഴ്സ് ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഈ കമീലിയൻ ടാസ്ക് ഫോഴ്സിൻ്റെ മെമ്പേഴ്സ് കമീലിയസ് ഫാദേഴ്സും ബ്രദേഴ്സും മാത്രമല്ല, ധാരാളം മറ്റ് കോൺഗ്രിഗേഷനിലെ സഭകളിലെ വ്യക്തികൾ, ഡോക്ടേഴ്സായിട്ട്, നേഴ്സുമാരായിട്ട്, സോഷ്യൽ വർക്കേഴ്സായിട്ട്, ഹെൽത്ത് വർക്കേഴ്സായിട്ട് അവരെല്ലാം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമീലിയസ് ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്യാസ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ നന്മ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അടുത്ത കാലത്ത് ഭാരതത്തെയാകെ തീവ്ര ദുഃഖത്തിലാഴ്ത്തിയ 2 ദുരന്തങ്ങളായിരുന്നു ഉത്തരാഖണ്ഡിലെയും കാശ്മീരിലെയും പ്രകൃതിക്ഷോഭങ്ങൾ. ആ മണ്ണിൽ ആരും കടന്നെത്താൻ മടിച്ച ഉൾനാടുകളിൽ ഈ സമൂഹം നേതൃത്വം നൽകിയ ആതുര ശുശ്രൂഷ സേവനങ്ങൾ ഏറെ മഹത്തരമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമേകുവാനും ഈ സംഘാംഗങ്ങൾക്ക് കഴിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ചെന്നപ്പോൾ ബിഷപ്സ് ഹൗസിൽ ചെന്ന് അവിടുത്തെ പിതാവിനെ കാണുവാനായിട്ടിടയായപ്പോൾ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, ക്യാമറ കണ്ണുകൾ മിഴിയടയ്ക്കാത്ത സ്ഥലങ്ങളിലും അതുപോലെ വാഹനങ്ങളെല്ലാം എപ്പോഴും എത്തി മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന സ്ഥലങ്ങളിലുമെല്ലാം ധാരാളം ശുശ്രൂഷകൾ ചെയ്യുവാനായി ഈ ഒത്തിരിയേറെ പേരെ നമുക്കെപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഗതാഗത മാർഗങ്ങളെല്ലാം തടസ്സപ്പെട്ട കുഗ്രാമങ്ങളിൽ പോയി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയെങ്കിൽ നിങ്ങൾ പോകേണ്ടത് അങ്ങോട്ടാണ് എന്ന് പിതാവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലും കടന്നു പോകുവാനായിട്ട് തയ്യാറായി. ഒരു 40ഓളം വില്ലേജുകളിലേക്ക് ഞങ്ങൾ വിവിധ ദിവസങ്ങളിലായി നടന്നു പോകുവാനായിട്ട് ഇടയായി. ആ വില്ലേജുകളിലെല്ലാം ഞങ്ങൾ ചെന്ന് ഒരു അസസ്മെൻ്റ് നടത്തി പ്രധാനമായിട്ടും മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ഈ ചെറിയ സമൂഹം ലോകമെമ്പാടും നിറഞ്ഞു നിന്നുകൊണ്ട് വിവിധ തുറകളിൽ നൽകി വരുന്ന സേവനങ്ങൾ അനവധിയാണ്. ഒരു യഥാർത്ഥ ക്രൈസ്തവ മിഷണറിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഈ കൈകളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അനന്തസ്നേഹത്തിൻ്റെ ആണിപ്പഴുതുകൾ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിൻ്റെ കരങ്ങളായി മാറുകയെന്നാൽ പരിധികളില്ലാതെ സഹജീവികളെ സ്നേഹിക്കുക എന്നത് മാത്രമാണെന്ന് ഇവർ തങ്ങളുടെ ജീവിതങ്ങളിലൂടെ തെളിയിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ പിന്തുണയേകിക്കൊണ്ട് ഈ വലിയ ദൗത്യത്തിൽ നമുക്കും പങ്കാളികളാകാം.